എറണാകുളത്തിൻ്റെ DCC പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസാണ്. അദ്ദേഹത്തോട് ഇന്നത്തെ നടന്ന പരിപാടിയെക്കുറിച്ച് അഭിപ്രായം നമുക്ക് അറിയാം. ഇന്ന് കേരളത്തിലെ ലഹരി മരുന്ന് വ്യാപനത്തിനും ആ ലഹരി മരുന്ന് ഉപയോഗിച്ചുള്ള സാമൂഹിക തിന്മയ്ക്കുമെതിരായിട്ടുള്ള വലിയ പ്രതിരോധം തീർത്ത ഒരു വലിയ ക്യാമ്പയിനായിരുന്നു ഇന്ന് KPCCയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഡ്രഗ് ഡേ എന്നുള്ള പേരിൽ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചത്. KSUവും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും കേരളത്തിലെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും വനിതകളും ഉൾപ്പെടെയാണ് ഈ വാക്കത്തോണിൽ 5 കിലോമീറ്റർ ഉടനീളം കാൽനടയായി നടന്നു നീങ്ങിയത്. കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ശ്രീ KC വേണുഗോപാൽ, ശ്രീ സണ്ണി ജോസഫ്, VD സതീശൻ ഉൾപ്പെടെ മുഴുവൻ നേതാക്കന്മാരും ഈ വാക്കത്തോണിൽ പങ്കാളിയായിരുന്നു. കാരണം ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ലഹരിയുടെ വ്യാപനമെന്ന് പറയുന്നത്. 10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ ലഹരിയുടെ ഉപയോഗം എത്രയോ മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇത് ഈ കാലഘട്ടം നേരിടുന്ന സമൂഹത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഒരു ഭാഗത്ത് തൊഴിലില്ലായ്മ നിരക്ക്, മറുഭാഗത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ, വലിയ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ സമൂഹത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ എണ്ണം ഇന്ന് വർദ്ധിക്കുകയാണ്. 2024 കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ 2024 കണക്കിൻ്റെ അത്രയും എണ്ണം തന്നെ ഈ 8 മാസക്കാലം കൊണ്ട് ഇന്ന് കേരളത്തിൽ ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങളും ലഹരിയുടെ വ്യാപനത്തിലുള്ള അതിൻ്റെ കണ്ടെത്തുന്ന ലഹരിയുടെ അളവും ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ 2024 എത്രയോ ഇരട്ടിയാണ് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ കേസും കൂടുന്നത്. അപ്പോൾ സർക്കാർ ഇതിനകത്ത് വളരെ ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ ചെയ്യണം. പ്രതിരോധം തീർക്കുക മാത്രമല്ല, കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് കൂടി സർക്കാർ അത് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്താതിരിക്കുന്നതാണ് ഇന്ന് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമൊക്കെ ലഹരിക്ക് ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ എന്നുള്ള രീതിയിലാണ് ഈ വാക്കത്തോൺ ഈ ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ കോൺഗ്രസ് പാർട്ടി ഇവിടെ സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ വാക്കത്തോണിൽ രാവിലെ 5 മണി മുതൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തി മറൈൻ ഡ്രൈവിലേക്ക് നാൽനടയായി എത്തിച്ചേർന്നത്. ഇതൊരു കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ വലിയൊരു അവബോധം സൃഷ്ടിക്കാൻ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരിലും ഒക്കെ ഒരു അവബോധം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് ഈ ലഹരി വ്യാപനത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ മുൻനിരയിലുണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നത്തെ ഈ വാക്കത്തോൺ. ഇത് കൊച്ചിയിലാണ് ആദ്യം ആരംഭിക്കുന്നത്. മറ്റുള്ള ജില്ലകളിലും ഇത് കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിക്കും.